ഇതൊരു ഫുഡിന്റെ വീഡിയോ അല്ലെങ്കിൽ മീൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തുട്ടിനാടി ഇതൊക്കെ എടുത്ത് കാണിക്കണേന്ന്. എന്റെ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് കുറച്ച് നേരമെങ്കിലും പിടിച്ചിരുത്താലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. മക്കളെയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഉറക്കി കിടത്തിയിട്ടാണ് ഈ വക അംഗങ്ങളൊക്കെ കാണിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയിട്ടാണ് പോണത്. അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പൊ അമ്മ ഒരു 7:30 ആകുമ്പോഴേക്കും പോകും. അപ്പം പുട്ട പയറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അമ്മ പോണത്. ഉച്ചക്കത്തെ പരിപാടി എനിക്കാണ്. മീൻ കറി വെക്കുക, മീൻ വറക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കാണ് കേട്ടോ. അപ്പൊ ഇന്നും മീനാണ്. ചേട്ടൻ മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇന്നും മീനാണുള്ള ദൈവമേ എന്താ ചെയ്യാന്ന്. പക്ഷെ എനിക്കിതാണ് എളുപ്പം. ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചേട്ടനും ഇതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മീൻ കറി ആയിരുന്നു. അപ്പനും മീനില്ലാണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വെറൈറ്റി മീൻസ് ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചേച്ചി ഇത്ര റിച്ച് ആയിരുന്നാന്ന്. പുറത്ത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നെങ്കിലും അകത്ത് ഞങ്ങൾ ഭയങ്കര റിച്ച് ആയിരുന്നു. അങ്ങനെയല്ല, അപ്പനും മീനില്ലാണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അപ്പൻ കിട്ടുന്ന പൈസയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മീൻ മേടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പൊ അമ്മ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത് കേട്ടോ. പക്ഷെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മീനും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നിട്ട്. എപ്പോഴും പയറ്, പരിപ്പ്, കടല ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അപ്പൻ ഉണ്ടാകുന്നെങ്കിൽ എന്തൊക്കെ തരം വെറൈറ്റി മീനുകളൊക്കെ കഴിക്കായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചെന്നേ പിന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. മീൻ വേണോ, ബീഫ് വേണോ, എല്ലാ സംഭവങ്ങളും ചേട്ടൻ മേടിക്കുമായിരുന്നു. ചേട്ടൻ്റെ വീട്ടിലായാലും എല്ലാവരും കഴിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു പോയ സന്തോഷമൊക്കെ തിരിച്ചു വരാനുള്ള ദൈവമേന്ന്. അപ്പൊ നിങ്ങൾക്കും പോയ സന്തോഷമൊക്കെ എന്തെങ്കിലും തിരിച്ചു വരും കേട്ടോ. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ.